റാസി വിഷൻസ്, ദി ഗൈഡ് ഓഫ് മദ്രസ സ്റ്റുഡൻസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റാസി വിഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ അറിയുന്നവർ ഹൈപ്പ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകളൊക്കെ അറിയിക്കുക. ഈ വീഡിയോയിൽ 1ാം ക്ലാസ്സിലെ തഫ്ഹീമു തിലാവ ഖിറാഅത്ത് അഥവാ വായന പരീക്ഷയുടെ ഒരു മോഡൽ ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ ആദ്യമായിട്ട് 1ാമത്തെ ആക്ടിവിറ്റി നോക്കൂ. പദങ്ങൾ വായിച്ചു ചിത്രങ്ങൾ തൊട്ടു കാണിക്കാം എന്നാണ്. പദങ്ങൾ വായിച്ച് ചിത്രങ്ങൾ തൊട്ടു കാണിക്കാം എന്നാണ്. ഇവിടെ ഈ സൈഡിൽ ഇടത് സൈഡിൽ 4 പദങ്ങളുണ്ട്. അതിൻ്റെ അർത്ഥം ചിത്രങ്ങളായിട്ട് ഇവിടെ വലത് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പദങ്ങൾ ഇങ്ങനെ വായിക്കുക, എന്നിട്ട് ചിത്രങ്ങൾ അതിനോട് യോജിച്ച ചിത്രങ്ങൾ ഏതാണെന്ന് വെച്ചാൽ അത് തൊട്ട് കാണിക്കുക. അതാണ് ചെയ്യേണ്ടത്. ഇവിടെ 1ാമത്തെ പദം നോക്കാം നമുക്ക്. ഇതാണ് 1ാമത്തേത്. ഇതെന്താ? ഉറബുൻ എന്നാണ് അല്ലേ? ഉറബുൻ. അപ്പോൾ ഉറബുൻ എന്ന് വായിക്കുക. ഉറബുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ടൈ ആണ് അല്ലേ? അപ്പോൾ ഇതാ ഇവിടെ ടൈ ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ തൊട്ട് കാണിച്ചു കൊടുക്കുക. ഈ ചിത്രം ഇവിടെ തൊട്ട് കാണിച്ചു കൊടുത്താൽ മതി. ഇനി 2ാമത്തേത് എന്താണ്? ദർബുൻ എന്നാണ് 2ാമത്തേത്. എന്താ? ദർബുൻ. ദർബുൻ എന്ന് പറഞ്ഞാൽ ഗേറ്റാണ് നമ്മൾ പഠിച്ചിരിക്കണത് അല്ലേ? അപ്പോൾ ഇതാണ് 2ാമത്തേത്. എന്താ? ഗേറ്റിൻ്റെ ചിത്രത ഇവിടെ ഇങ്ങനെ തൊട്ട് കാണിച്ചു കൊടുത്താൽ മതി. പിന്നെ 3ാമത്തെ വാക്ക് ഇതാ വർദുൻ എന്നാണ്. വർദുൻ. വർദുൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ പനിനീർ പൂവാണെന്നല്ലേ, റോസ് പൂവ് എന്നൊക്കെ നമ്മൾ പറയും. അതിതാ ഇവിടെ ഉണ്ട്. ഇതാ 3ാമത്തേത്. അപ്പോൾ ഈ പനിനീർ പൂവിന്മേ തൊട്ട് കാണിച്ചു കൊടുക്കുക വർദുൻ എന്ന് വായിച്ചിട്ട്. ഇനി 4ാമത്തേത് എന്താ? ഇതാ 4ാമത്തേത് ബൈത്തുൻ എന്നാണ് അല്ലേ? ബൈത്തുൻ. ബൈത്തുൻ എന്ന് പറഞ്ഞാൽ വീടാണ്, നമുക്കറിയാം. ഇത് ആദ്യത്തെ ചിത്രം വീടാണ്. അപ്പോൾ ഇതാണ് 4ാമതായിട്ട് കാണിച്ചു കൊടുക്കേണ്ടത്. 4ാമത്തേത് ബൈത്തുൻ, വീടാണ്. അപ്പോൾ ബൈത്തുൻ എന്ന് വായിച്ചിട്ട് ഈ ചിത്രം തൊട്ട് കാണിക്കുക. അപ്പോൾ ഇങ്ങനെ വാക്കുകൾ വായിച്ചിട്ട് ചിത്രങ്ങൾ തൊട്ട് കാണിക്കാനുള്ള ചോദ്യങ്ങൾ സാധാരണ വരാറുള്ളതാണ്. അപ്പോൾ ഇതന്നെ വന്നോളണമെന്നില്ല. പുസ്തകത്തിൽ നമ്മൾ കുറേ വാക്കുകൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പിന്നെ അർത്ഥങ്ങൾ ചിത്രങ്ങളായിട്ട് തന്നെയൊക്കെ കൊടുത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ ഓരോന്നും വായിച്ച് മനസ്സിലാക്കി വെക്കണം. ഇനി 2ാമത്തെ ആക്ടിവിറ്റി നോക്കൂ. ഇതെന്താണ്? ബോർഡിൽ നോക്കി വായിക്കാം എന്നാണ്. ബോർഡിൽ നോക്കി വായിക്കാം. ഇവിടെ ഒരു ബോർഡ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഓരോ വാക്കുകൾ, ഒരു 6 വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ആ വാക്കുകൾ വായിക്കാനാണ്. 1ാമത്തെ വാക്ക് ഇതാണ്. 1ാമത്തെ ഇതെന്താണ്? ബുൽബുലുൻ എന്നാണ് അല്ലേ? ബുൽബുലുൻ. അപ്പോൾ ഇങ്ങനെ ഒറ്റയടിക്ക് വായിക്കാൻ കഴിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഓരോ അക്ഷരങ്ങൾ ഇങ്ങനെ കൂട്ടി വായിക്കുക. ഇങ്ങനെ ബു ലുൻ, എന്നിട്ട് പിന്നെ അത് ഒന്നിച്ച് ചേർത്ത് വായിക്കുക. ബുൽബുലുൻ. അപ്പോൾ പ്രയാസമുള്ള കുട്ടികൾക്ക് അങ്ങനെയും ചെയ്യാം. ഇനി 2ാമത്തേത് എന്താണ്? ഇതാ ഇത് അബ് തറു എന്നാണല്ലേ? അബ് തറു. ഒറ്റയടിക്ക് വായിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ വായിക്കുക. അബ് തറു എന്ന് വായിക്കുക. അല്ലെങ്കിൽ ഓരോ അക്ഷരങ്ങൾ ഇങ്ങനെ കൂട്ടി വായിക്കുക. ആ ബ് ത റു എന്നിട്ട് കൂട്ടി വായിക്കുക. അബ് തറു. അങ്ങനെയും ചെയ്യാം. ഇനി 3ാമത്തെ ഇതെന്താണ്? അൻബത്ത എന്നാണല്ലേ? അൻബത്ത. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒറ്റടിക്ക് വായിക്കാൻ വയ്ക്കുമെങ്കിൽ അങ്ങനെ വായിക്കുക. അൻബത്ത അല്ലെങ്കിൽ അൻബത്ത അങ്ങനെ ചേർത്തിട്ടും വായിക്കുക. ഇനി അടുത്തത് എന്താണ്? ഔറദ എന്നാണ്. ഔറദ. അതുപോലെ തന്നെ മർമറുൻ. ഇതാണ് അടുത്തത്. മർമറുൻ. പിന്നെ അടുത്തത് ഐബസ. ഇങ്ങനെ ഒരു 6 വാക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പുസ്തകത്തിൽ ഇഷ്ടംപോലെ വാക്കുകളുള്ളതാണ്. ഒക്കെ വായിച്ച് പഠിക്കുക. ഏത് വാക്കാണ് പരീക്ഷയ്ക്ക് വരിക എന്നറിയില്ല. അവിടെ ഒരു മോഡലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വാക്കുകൾ വായിക്കാൻ എന്തായാലും പരീക്ഷയ്ക്ക് വരും. നമ്മൾ വാക്കുകൾ കൃത്യമായി നോക്കി മനസ്സിലാക്കിയിട്ട് വായിക്കുക. പെട്ടെന്ന് വായിക്കാൻ കിട്ടില്ല എന്നുണ്ടെങ്കിൽ മുണ്ടാണ്ട് നിൽക്കാതെ എന്ത് ചെയ്യുക? ഓരോ അക്ഷരങ്ങൾ ഇങ്ങനെ എടുത്തെടുത്ത് വായിച്ച് പിന്നെ കൂട്ടി വായിക്കാൻ വേണ്ടി നോക്കുക. ഇനി 3ാമതായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് ചേർത്ത് വായിക്കാം എന്നാണ്. ചേർത്ത് വായിക്കാം. ഇവിടെ താഴെ ഓരോ അക്ഷരങ്ങളുണ്ട്.
അത് ഇവിടെയുള്ള ഈ രണ്ടക്ഷരവുമായി ചേർത്ത് വായിക്കുകയാണ് വേണ്ടത്. അപ്പോൾ എങ്ങനെ വരിക? ഫസ്റ്റത്തത് വി എന്നാണ് അല്ലേ, എന്താ വി, അത് ഇതിനോട് ഇങ്ങനെ ചേർത്ത് വായിക്കുക. ഇവിടെ എന്താണ്? ത് റുൻ എന്നാണ് അല്ലേ, ത് റുൻ. കൂട്ടി വായിക്കുമ്പോൾ വിറ്റ്സ് റുൻ എന്നാണ് വായിക്കുക, വിറ്റ്സ് റുൻ. പിന്നെ രണ്ടാമത്തത് ഇവിടെ ത എന്നുണ്ട്, ത, അതും ഈ ഇതുമായി കൂട്ടി വായിക്കുക. അപ്പോൾ എന്താ വരിക? ത റുൻ, തച്ച് റുൻ എന്നാണ് വായിക്കുക. പിന്നെ അടുത്തത് മീ എന്ന് ഇവിടെ ഉണ്ട്, മൂന്നാമത്തത് മീ, അതും ഇതുമായി കൂട്ടി വായിക്കുക. അപ്പോൾ എന്ത് വായിക്കുക? മിത്സ് റുൻ എന്ന് വായിക്കുക അല്ലേ, മിത്സ് റുൻ. പിന്നെ നാലാമത്തത് സി എന്ന് ഇവിടെ ഉണ്ട്, സി, അതും ഇതിനോട് ചേർത്ത് വായിക്കുക. അപ്പോൾ എന്ത് വായിക്കും? സിത്സ് റുൻ എന്നാണ് വായിക്കുക. അപ്പോൾ ഇതേപോലെ പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഉണ്ട്, വരാം. ഇതിങ്ങനെ കൂട്ടി വായിക്കുക. വാക്കുകൾ നമ്മൾ പുസ്തകത്തിലുള്ളത് വായിച്ച് പഠിച്ചാൽ തന്നെ ഇങ്ങനത്തെ ഒക്കെ ആക്ടിവിറ്റികൾ വന്നാൽ നമുക്കത് വായിക്കാൻ വേണ്ടി കഴിയും. പിന്നെ നാലാമതായിട്ട് ഇവിടെ ഒരു ആക്ടിവിറ്റിയും കൂടി കൊടുത്തിട്ടുണ്ട്. അത് ബലൂണിലെ അക്ഷരം വായിക്കാം എന്നാണ്. ബലൂണിലെ അക്ഷരം വായിക്കാം. ഇവിടെ ബലൂണിൽ ഒരക്ഷരം കൊടുത്തിട്ടുണ്ട് അല്ലേ, ഏതാണ് അക്ഷരം? യാ ആണ്. അപ്പോൾ നമുക്ക് യാ എന്ന് വായിക്കാം. അക്ഷരങ്ങൾ വായിക്കാനും പരീക്ഷയ്ക്ക് വരാറുണ്ട്. അപ്പോൾ അഥവാ ഹർക്കത്തുകൾ ഫത്തഹ് കസ്റ് ലൊമ്മൊന്നുമില്ലാതെ അക്ഷരങ്ങൾ മാത്രം കൊടുക്കാം, അല്ലെങ്കിൽ ഹർക്കത്തുകൾ അഥവാ ഫത്തഹ് കസ്റൊക്കെ ഇട്ടിട്ടും അക്ഷരങ്ങളൊക്കെ കൊടുക്കാം. ഏതാണെങ്കിലും അത് വായിക്കാൻ സിമ്പിളാണല്ലോ. അപ്പോൾ അങ്ങനത്തെ അക്ഷരങ്ങളും പ്രത്യേകിച്ച് നമ്മൾ ചെയ്യേണ്ടത് പുസ്തകം നല്ല ഉഷാറായിട്ട് വായിച്ച് പഠിക്കുക, പല പ്രാവശ്യം വായിച്ച് പഠിക്കുക. എന്നാൽ തന്നെ പരീക്ഷയ്ക്ക് സിമ്പിളായിട്ട് നമുക്ക് നല്ല ഉഷാറായിട്ട് വായിച്ചു കൊടുക്കാനും ഒക്കെ പറ്റും. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മദ്രസ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ എല്ലാവിധ വീഡിയോകളും നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഈ പരീക്ഷയിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.